നിങ്ങൾക്ക് ഈ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുമെന്നറിയില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 3 സിനിമകളിൽ 2 എണ്ണം മസ്റ്റ് വാച്ച് ആണ്. കുറച്ച് കാണുമ്പോൾ തന്നെ ബാക്കി കാണാൻ വേണ്ടി നമ്മളെ വല്ലാണ്ട് പ്രേരിപ്പിക്കും. അതിലൊന്ന് ഹിന്ദി സിനിമയായ ഖേൽ ഖേൽ മേൻ, രണ്ടാമത്തത് റിംഗ് റിംഗ്, ലാസ്റ്റത്തെയാണ് സൂ ഫ്രം സോ. ഹിന്ദി സിനിമയുടെ കില്ലാടി എന്നറിയപ്പെടുന്ന അക്ഷയ് കുമാറിന്റെ മറ്റൊരു കോമഡി പടം ഖേൽ ഖേൽ മേൻ. ഖേൽ എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും, കളി എന്നാണെന്ന്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ കളിയല്ല, ഇത് വേറൊന്നാണ്. ഒരുപാട് നാളായിട്ട് കാണാൻ പറ്റാതെ പിരിഞ്ഞിരിക്കുന്ന 4 കൂട്ടുകാർ. പക്ഷെ ഇത്തവണ ഒരു കല്യാണം കൂടാൻ വേണ്ടി അവർ 4 പേരും ഒന്നിക്കുകയാണ് വിത്ത് അവരുടെ ഭാര്യമാർ. ആ ഒത്തുകൂടൽ ഭംഗിയാക്കാൻ വേണ്ടി അവർ ഒരു ഗെയിം കളിക്കുകയാണ്. ഗെയിം എന്താന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് കുറച്ചു നേരം ഫോണിൽ വരുന്ന എല്ലാ മെസ്സേജസും കോളുകളും പബ്ലിക്കായി കേൾപ്പിക്കണം. ഭർത്താക്കന്മാർക്ക് വരുന്ന കോളും മെസ്സേജുകളും ഒക്കെ കണ്ട് ഭാര്യമാര് ഷോക്കാവാണ്. റോട്ടിൽ വെച്ച് അവർ ഒരുമിച്ച് കണ്ട എല്ലാ പെണ്ണുങ്ങളും ഭർത്താക്കന്മാരുടെ വാട്സപ്പിൽ ഉണ്ടായിരുന്നു. അക്ഷയ് കുമാർ തൊട്ട് മുമ്പ് ഫ്ലൈറ്റിൽ വെച്ച് ഒരു പെണ്ണിനെ വളർച്ചതേ ഉള്ളായിരുന്നു. ഇതുപോലെയൊരു സിനിമ തമിഴിൽ ഈ വർഷം ഇറങ്ങിയിട്ടുണ്ട്, റിംഗ് റിംഗ്. കൂട്ടുകാരന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒത്തുകൂടുന്ന 4 കപ്പിൾസ്. അതിൽ സ്വന്തമായിട്ട് ഭാര്യ ഉണ്ടെങ്കിലും ആന്റിമാരെ തേടി പോകുന്ന ഒരുത്തനുണ്ടായിരുന്നു. ത്യാഗു എന്നായിരുന്നു പേര്. അവൻ ഒറ്റയ്ക്ക് കുടുങ്ങാതിരിക്കാൻ വേണ്ടി കൂട്ടുകാരെ കൂടി ഈ ഗെയിമിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു. സത്യം പറഞ്ഞ ആ 4 പേർക്കും ഭാര്യമാരല്ലാതെ വേറെ കുറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എങ്കിലും അവരുടെ മുമ്പിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ത്യാഗു എന്ന് പറഞ്ഞ പുള്ളിക്ക് 11 മണിയാകുമ്പോൾ ഏതോ ഒരു ആന്റി സെക്സി ആയിട്ടുള്ള ഫോട്ടോ വാട്സപ്പിൽ അയക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ കൊടുക്കാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ആളായിരുന്നു സുന്ദർ. അവന്റെയും ത്യാഗുവിന്റെയും ഫോണ് ഒരേ മോഡലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്നു. സുന്ദർ അറിയാതെയാണ് അവൻ ആ ഫോണുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്. അങ്ങനെ ഇരിക്കെ ആ ഫോണിലേക്ക് ഒരു ബോയിയുടെ മെസ്സേജ് വരുന്നു. നീ എന്താണ് കുട്ടാ ഇന്ന് റൂമിലേക്ക് വരാത്തത് എന്ന് ചോദിച്ചുകൊണ്ട്. ഈ ഖേൽ ഖേൽ മേനും പിന്നെ റിംഗ് റിംഗും ഏകദേശം ഒരേ പാറ്റേണിലാണ് കഥ പറഞ്ഞു പോകുന്നത്. രണ്ടിൽ ഏത് കാണണമെന്ന് ചോദിച്ചാൽ ഞാൻ ഖേൽ ഖേൽ മേനെ സജസ്റ്റ് ചെയ്യൂ. ഇതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു തെലുങ്ക് സിനിമയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഈ സിനിമയുടെ കേരള ഡിസ്ട്രിബ്യൂട്ടർ ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആയിരുന്നു. പറഞ്ഞു വരുന്നത് സൂ ഫ്രം സോ എന്ന സിനിമയെ കുറിച്ചാണ്. സുലോചന ഫ്രം സോമശേഖരം എന്നാണ് ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ നാട്ടിലും കാണും ആ നാട് തന്നെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി. ഈ സിനിമയിലും അങ്ങനെ ഒരാളുണ്ട്, പേര് രവി അണ്ണൻ. പുള്ളിയെക്കാളും മൂത്ത ആൾക്കാർ വരെ പുള്ളിയെ രവി അണ്ണ എന്നാണ് വിളിക്കുന്നത്. കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റുമെന്നുള്ള മൈൻഡും പിന്നെ റെസ്പെക്ട് ഉള്ളത് കൊണ്ടാണ് എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. എവിടെയൊക്കെ കല്യാണമോ പാലുകാച്ച ഉണ്ടെങ്കിൽ അവിടേക്ക് രവി അണ്ണൻ കാണും. ഇനി പ്രശ്നമല്ല ഉണ്ടായ നമ്മൾ ഇനി എന്ത് ചെയ്യും രവി അണ്ണ എന്ന് ചോദിച്ചിട്ടാണ് ആ നാട്ടുകാർ തീരുമാനമെടുക്കുന്നത്. എല്ലാവർക്കും പുള്ളിയെ വലിയ ബഹുമാനമാണ്. ഇനി കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ നായകനായ അശോകൻ ഒരു ചടങ്ങിൽ വെച്ച് ഏതോ ഒരു പെൺകുട്ടിയെ കണ്ട് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു. അവക്കും അതിനൊക്കെ തിരിച്ച് അശോകനെ കണ്ടപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് അടിക്കുന്നു. ഒരു ദിവസം നായികയുടെ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അശോകൻ കുളിസിയും കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നു. നാട്ടുകാരെ കൈയോടെ പിടിച്ചപ്പോൾ ബാധ കയറിയതായിട്ട് അഭിനയിച്ചു. ആ ഉടായ്പ ബാധ ഒഴിപ്പിക്കാൻ വരുന്ന ആളാണ് നമ്മുടെ രാജ്ബി ഷെട്ടി. ആ മണ്ടന്മാരായ നാട്ടുകാരെ കളിപ്പിക്കാൻ വേണ്ടി ദേഹത്ത് കയറിയ ബാധയുടെ പേര് സുലോചന എന്നാണെന്ന് അശോകൻ പറയുന്നു. പിന്നെ ആ നാട്ടുകാർ മുഴുവനും സുലോചന എന്നു പേരുള്ള ആൾക്കാരുടെ പുറകെയായിരുന്നു. കരുണാകർ അതായത് രാജ്ബി ഷെട്ടിക്ക് അശോകന്റെ ദേഹത്ത് പ്രേതബാധ ഇല്ലാന്ന് പോലും അവനെ കണ്ടിട്ട് മനസ്സിലായില്ല. അവിടെ നിന്ന് അങ്ങോട്ട് അശോകന്റെ ദിവസങ്ങളായിരുന്നു. അവനെ കാണുമ്പോഴേ എല്ലാവരും പേടിച്ചോടാൻ തുടങ്ങി. ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു കോമഡി പടമുണ്ട്, എല്ലാവർക്കും കണ്ടു നോക്കാവുന്നതാണ്.